9ാം ക്ലാസ്സിലെ ഓണം എക്സാം ടഫാകുമോ? സത്യം പറഞ്ഞാൽ മക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണം എക്സാം നിങ്ങൾക്ക് നല്ല ടഫായിരിക്കും. അതിനുള്ള കാരണങ്ങൾ 3 ഒന്ന്, നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുന്ന ആളുകളാണ്. ഇത്രയും കാലം 9ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്ക് മാറ്റിയിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കൂടുതൽ കണ്ടന്റ് പഠിക്കാൻ നിങ്ങൾക്കുണ്ട്. ആ കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓണം എക്സാം ടഫാവും. രണ്ടാമത്, ഇതിൻ്റെ ഒന്നും PYQs അവൈലബിൾ അല്ല. മുൻ വർഷങ്ങളിൽ ഏത് രീതിയിലാണ് ഓണം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പലർക്കും അറിയില്ല. അതും എന്താണ്, നിങ്ങൾക്ക് ഓണം എക്സാം ടഫാവാൻ ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ട്, ഓണം എക്സാം ടഫാവാനുള്ള കാരണം നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഒരു 3 ഇരട്ടിയോളം നേരെ 9ാം ക്ലാസ് പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്തിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അതായത് നിങ്ങൾക്ക് ഓണം എക്സാമിനുള്ള പോർഷൻസ് ഓൾറെഡി നമ്മളും ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓണം എക്സാമിന് നിങ്ങൾ എത്രത്തോളം പഠിച്ചു തുടങ്ങി, അല്ലെങ്കിൽ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞു, ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യുക. പഠിച്ചിടത്തോളം നിങ്ങൾക്ക് അത് ടഫായിട്ട് തോന്നുന്നുണ്ടോ, ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. മക്കളെ, സത്യസന്ധമായിട്ട് നിങ്ങൾ പേടിപ്പിക്കാനോ നിങ്ങൾ ഭയപ്പെടുത്താനോ ഒന്നും പറയല്ല. ഓണം എക്സാം ടഫാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ആ ഓണം എക്സാം ഈസി ആക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താ, പഠിക്കുക എന്നുള്ളതാണ്. ദിവസവും 3 മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ തരുന്നുണ്ട് അല്ലേ. അപ്പം ദിവസവും പഠിക്കാൻ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ദിവസവും പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ, 9ാം ക്ലാസ്സിലെ ഓണം എക്സാം നിങ്ങൾക്ക് ടഫാവില്ല. മറിച്ച് നിങ്ങൾ ഒന്നും പഠിക്കാതെ ഓണം എക്സാമിന് തലേന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, പുസ്തകം വായിച്ചു നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈവ് കാണാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓണം എക്സാം ടഫാവും. അപ്പം ഓണം എക്സാം ഈസി ആക്കാനായിട്ട് ഓരോ ചാപ്റ്റേഴ്സിന് റിവിഷൻ നമ്മൾ എജ്യൂ ബോർഡ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈവുകൾ തരുന്നുണ്ട്, വൺ ഷോട്ടുകൾ തരുന്നുണ്ട്. എക്സാമിൻ്റെ തലേന്ന് നമ്മൾ എന്ത് ചെയ്യും, ഷോ ക്വസ്റ്റ്യൻസും തരും, എല്ലാ കാര്യങ്ങളും തരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് സ്ഥിരമായിട്ട് പഠിക്കണം. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. കഴിഞ്ഞ കൊല്ലത്തെ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെയും നിങ്ങളുടെ ഈ പുതിയ 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെയും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ഇരട്ടിയോളം അധികം കണ്ടന്റ്. പിന്നെ മറ്റൊരു പ്രശ്നം, നിങ്ങൾ 8ാം ക്ലാസ്സിൽ വളരെ കുറച്ച് മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിരുന്നുള്ളൂ. അതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. മൂന്നാമത്തത്, ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ വരും എന്നുള്ളതൊരു ഐഡിയ ഇല്ല. ഈ 3 പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഓണം എക്സാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ടഫ് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും എജ്യൂ ബോർഡിൻ്റെ ലൈവ് കാണുക, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ലൈവുകളൊന്ന് എടുത്ത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ ബുദ്ധിമുട്ട് അതിൻ്റെ ലൈവുകളൊക്കെ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്, അതൊക്കെ കാണുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ഏറ്റവും ടഫായി തോന്നുന്ന ചാപ്റ്റർ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്ന ചാപ്റ്റർ ഏതാണ്, അതൊന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എളുപ്പമാക്കാനുള്ള സ്റ്റഡി ടിപ്പും സ്ട്രാറ്റജിയൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടോ. അപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ 9ാം ക്ലാസ് വരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഓണം എക്സാം ടഫായിരിക്കും. പക്ഷെ പഠിക്കാൻ, സ്ഥിരമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈവ് നോക്കി മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നമ്മുടെ ലൈവിലൂടെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റും ഈസി ആക്കാനും എജ്യൂ ബോർഡ് നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു പേടിയും പേടിക്കേണ്ട, എജ്യൂ ബോർഡ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പരമാവധി ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓണം എക്സാം ടഫ് ആവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എജ്യൂ ബോർഡ് നിങ്ങൾക്ക് തരും. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഓണം എക്സാം ടഫ് ആവില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാം ടഫാവും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊക്കെ എജ്യൂ ബോർഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിലേക്കും ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രോം എജ്യൂ ബോർഡ് ക്ലാസ് 9. Bye.